നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 28 ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിലുടനീളം വാഹന ഉടമകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ചെല്ലാൻ എന്ന പേരിൽ പുതിയ രീതിയിലുള്ള സൈബർ തട്ടിപ്പ് വ്യാപകമാവുകയാണ്. ട്രാഫിക് നിയമലംഘനത്തിന് പിഴ ചുമത്തിയിട്ടുണ്ടെന്നും അത് ഉടൻ അടച്ചില്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും കാണിച്ചുകൊണ്ട് വാട്സാപ്പിലൂടെയും അതോടൊപ്പം തന്നെ SMS വഴിയുമാണ് ആളുകൾക്ക് വ്യാജ സന്ദേശങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നത്. ഔദ്യോഗിക സന്ദേശങ്ങളെ വെല്ലുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇത്തരം മെസ്സേജുകളിൽ പിഴ അടയ്ക്കാനുള്ള ഒരു വ്യാജ ലിങ്കോ അല്ലെങ്കിൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഫയലോ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഫോണിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇത്തരം കൈകളിലേക്ക് ആവുകയും അതുവഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും OTPയും ചോർത്തി പണം കവരുകയുമാണ് ചെയ്യുന്നത്. ഇതിനെതിരെ കേരള മോട്ടോർ വാഹന വകുപ്പ് അതീവ ജാഗ്രത നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സുരക്ഷിതരായിരിക്കാനായിട്ട് മോട്ടോർ വാഹന വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ പോലീസിൻ്റെയോ ഈ ചെല്ലാൻ പിഴകൾ പരിശോധിക്കുന്നതിനും അടയ്ക്കുന്നതിനുമായിട്ട് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക പോർട്ടലായിട്ടുള്ള www.echallan.parivahan.gov.in അത് മാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗതാഗത വകുപ്പോ പോലീസോ ഒരിക്കലും വാട്സാപ്പ് വഴി പിഴ അടയ്ക്കാനുള്ള ഡയറക്റ്റ് ലിങ്കുകളോ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫയലുകളോ അയക്കാറില്ല എന്ന കാര്യം എപ്പോഴും ഓർമ്മിക്കണം. അതിനാൽ തന്നെ പിഴയടയ്ക്കാൻ എന്ന പേരിൽ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഒരു കാരണവശാലും പുറത്തുനിന്നുള്ള അപരിചിതമായിട്ടുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത്. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരം തട്ടിപ്പിലൂടെ നിങ്ങൾക്ക് പണം നഷ്ടപ്പെടുകയാണെങ്കിൽ ഒട്ടും സമയം കളയാതെ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചുകൊണ്ട് പരാതി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ടിടങ്ങളിൽ അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ച് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന പ്രവചനത്തെ തുടർന്നുകൊണ്ട് ഇന്ന് 28 വടക്കൻ കേരളത്തിലെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ 29 കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും അതീവ ജാഗ്രതയുടെ ഭാഗമായിട്ട് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ മറ്റിടങ്ങളിലും വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ വിവിധ ദിവസങ്ങളിലായിട്ട് യെല്ലോ അലേർട്ടും നിലവിലുണ്ട്. ജൂൺ 28 ഇന്ന് തെക്കൻ ജില്ലകളായിട്ടുള്ള തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ എന്നിവയുൾപ്പെടെ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ജൂൺ 29 ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും യെല്ലോ അലേർട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴയുടെ തീവ്രത തുടരുന്നതിനാൽ തന്നെ ജൂൺ 30 തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും തൊട്ടടുത്ത ദിവസമായിട്ടുള്ള ജൂലൈ 1 മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം തുടരുന്നതായിരിക്കും. അതിനാൽ തന്നെ പൊതുജനങ്ങളും തീരദേശവാസികളും മലയോര മേഖലയിലൊക്കെ തന്നെ ഉള്ളവരും ആവശ്യമായിട്ടുള്ള മുൻകരുതലുകളൊക്കെ തന്നെ എടുക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് ഇരയായി പണം നഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് 50,000 രൂപ വരെയുള്ള തട്ടിപ്പുകൾക്ക് പരമാവധി 25,000 രൂപയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട തുകയുടെ 85%, ഇതിൽ ഏതാണോ കുറവ് അതായിരിക്കും ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുക. 2027 ജനുവരി മുതൽ ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. എന്നാൽ തട്ടിപ്പ് നടന്ന് 5 ദിവസത്തിനുള്ളിൽ തന്നെ ഉപഭോക്താക്കൾ ഈ വിവരം ബാങ്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്ന വ്യവസ്ഥയുണ്ട്. കൂടാതെ ബാങ്കിൻ്റെ കൃത്യമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടിനും മറ്റു നിബന്ധനകൾക്കും വിധേയമായിട്ടായിരിക്കും ഈ തുക അനുവദിക്കുക. ഉപഭോക്താക്കളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ബാങ്കിംഗ് മേഖലയിലെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ കൂടുതൽ ആധുനികവൽക്കരിക്കാനും RBI ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഇതിൻ്റെ ഭാഗമായി സംശയാസ്പദമായിട്ടുള്ള ഇടപാടുകളൊക്കെ തന്നെ വേഗത്തിൽ തിരിച്ചറിയുന്നതിനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താനും റിസർവ് ബാങ്ക് രാജ്യത്തെ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷാ ഫീസിൽ ജൂലൈ 1 മുതൽ ഗണ്യമായ വർധനവ് നിലവിൽ വരികയാണ്. അതിനാൽ തന്നെ പുതിയതായിട്ട് പാസ്പോർട്ട് എടുക്കാനോ അല്ലെങ്കിൽ പാസ്പോർട്ട് പുതുക്കാനോ ആഗ്രഹിക്കുന്നവർ ജൂലൈ 1 മുൻപായിട്ട്, അതായത് തിങ്കളോ ചൊവ്വാഴ്ചയോ നിങ്ങൾ അപേക്ഷ നൽകുന്നത് ഈ അധിക ബാധ്യത ഒഴിവാക്കാൻ സഹായിക്കും. പുതിയ നിരക്കുകൾ പ്രകാരം 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 36 പേജുള്ള സാധാരണ പാസ്പോർട്ടിൻ്റെ ഫീസ് 1,500 രൂപയിൽ നിന്നും 1,000 രൂപ വർദ്ധിപ്പിച്ച് 2,500 രൂപയാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. 60 പേജുള്ള പാസ്പോർട്ടിന് ഇനി മുതൽ 3,500 രൂപ നൽകണം. കൂടാതെ 15 മുതൽ 18 വയസ്സ് വരെയുള്ള കൗമാരക്കാർക്ക് പുതിയ ഫീസ് 1,750 രൂപയാണ്.
ഇതിന് പുറമെ തൽക്കാൽ പാസ്പോർട്ട് അപേക്ഷിക്കാനുള്ള നിരക്കാകട്ടെ 5000 രൂപയായിട്ടും ഉയർത്തിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടതോ കേടുവന്നതോ ആയിട്ടുള്ള പാസ്പോർട്ടുകൾക്ക് ഇതിലും ഉയർന്ന നിരക്ക് പിഴയായിട്ട് നൽകേണ്ടി വരും. ഫീസ് വർധനവിനൊപ്പം തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് മികച്ച യാത്രാ സൗകര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇന്ത്യക്കാർക്ക് 27 രാജ്യങ്ങളിൽ വിസയില്ലാതെയും 47 രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവൽ സൗകര്യത്തോടെയും 66 രാജ്യങ്ങളിൽ ഇ വിസ വഴിയും യാത്ര ചെയ്യാൻ സാധിക്കും. അതേസമയം പാസ്പോർട്ട് എന്നത് അടിസ്ഥാനപരമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഒരു യാത്രാരേഖയും വ്യക്തിയുടെ ദേശീയത നാഷണാലിറ്റി സാക്ഷ്യപ്പെടുത്തുന്ന രേഖയാണെന്നും ഇതൊരു പൗരത്വം തെളിയിക്കാനുള്ള അന്തിമ രേഖയല്ലെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രേഖ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ളതാണെന്നും അതിനാൽ തന്നെ ആവശ്യപ്പെടുന്ന പക്ഷം ഇത് കേന്ദ്ര സർക്കാരിലേക്ക് തിരികെ നൽകാൻ കൈവശക്കാരൻ ബാധ്യസ്ഥനാണെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഔദ്യോഗികമായി തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. വിതരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിനായിട്ട് 1080 കോടി രൂപയാണ് ധനകാര്യ വകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ അർഹരായവരുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വീതമുള്ള തുക ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ന കമൻറ്റ് ബോക്സിൽ അതൊന്ന് രേഖപ്പെടുത്തുക. ഇനി തുക ലഭിക്കാനുള്ളവരും അക്കാര്യമെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബാങ്കുകളുടെയൊക്കെ സെർവർ പ്രശ്നങ്ങളോ സാങ്കേതിക ബുദ്ധിമുട്ടുകളോ കാരണം ചിലരുടെയൊക്കെ അക്കൗണ്ടുകളിൽ പണം ക്രെഡിറ്റ് ആയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് അത് അല്പം കാലതാമസമൊക്കെ അതിൽ ഉണ്ടായേക്കാം. എന്നതിനാൽ തന്നെ തുക ഉടനടി കണ്ടില്ലെങ്കിലും നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യാഴാഴ്ച ദിവസം ട്രഷറിയിൽ നിന്നും പണം മാറിയെടുത്തിട്ടുള്ള സഹകരണ സംഘങ്ങൾക്കാണ് അവരാണ് ഇപ്പോൾ അതിൻ്റെ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാത്ത സഹകരണ സംഘങ്ങളൊക്കെ തന്നെ തിങ്കളാഴ്ച മുതലായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. 3-ാം തീയതിക്ക് മുൻപ് എല്ലാവർക്കും തന്നെ കൈകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വിതരണ ഉത്തരവ് ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ മാനദണ്ഡങ്ങളിലൊക്കെ തന്നെ മാറ്റം വരുത്താനായിട്ട് ഒരുങ്ങുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. പെൻഷൻ അർഹരായവരിൽ മാത്രം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ മാറ്റങ്ങൾക്കായിട്ട് ഇപ്പോൾ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് നിയമസഭയിൽ ഇക്കാര്യം അറിയിച്ചത്. MLA-മാരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ വൻതോതിൽ അനർഹരുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഇത് പരിശോധിക്കുന്നതിന് പുതിയ സംവിധാനം കൊണ്ടുവരും. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ താമസിക്കുന്ന ഒരാൾ തനിക്ക് കേരളത്തിലെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ട സംഭവം ചൂണ്ടിക്കാട്ടിയാണ് പട്ടികയിലെ അനർഹരെ ഒഴിവാക്കുന്നതിൻ്റെ ആവശ്യകത മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കിയത്. എന്നാൽ മകൻ വിദേശത്ത് ജോലി ചെയ്യുന്നുവെന്ന കാരണത്താൽ നാട്ടിലുള്ള പ്രായമായ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് അർഹതപ്പെട്ട പെൻഷൻ നിഷേധിക്കുന്നത് എങ്ങനെ ശരിയാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. അർഹതപ്പെട്ട ഒരാൾക്കും പെൻഷൻ നഷ്ടപ്പെടാത്ത രീതിയിലായിരിക്കും മാനദണ്ഡങ്ങളൊക്കെ തന്നെ രൂപീകരിക്കുക എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇതിന് മറുപടി നൽകി. പെൻഷൻ അനുവദിക്കുന്നതിന് നിലവിൽ തടസ്സമായി നിൽക്കുന്ന ഭൗതിക പരിശോധനാ മാനദണ്ഡങ്ങളിലും ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. AC ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നിലവിൽ ക്ഷേമ പെൻഷൻ അനുവദിക്കുന്നില്ല. വീടിൻ്റെ വലിപ്പം, ചെറിയ വാഹനങ്ങളുടെയൊക്കെ തന്നെ സാന്നിധ്യം എന്നിവയുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ പെൻഷൻ നിഷേധിക്കുന്ന രീതിയിലും മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യഘട്ട മുൻഗണനാ റേഷൻ കാർഡ് വിതരണത്തിനുള്ള ഓൺലൈൻ അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിലൊക്കെ തന്നെ ഉൾപ്പെടാത്ത വെള്ള, അതായത് പൊതുവിഭാഗം, നീല സബ്സിഡി കാർഡ് ഉടമകൾക്ക് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് കാർഡുകളിലേക്ക് മാറുന്നതിനായിട്ട് 2026 ജൂൺ 27 ശനിയാഴ്ച ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ ജൂലൈ 17 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് അവസരമുള്ളത്. ഓണത്തിന് മുൻപായി തന്നെ അർഹരായിട്ടുള്ള 50,000-ഓളം ആളുകൾക്കെങ്കിലും മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. എന്നതിനാൽ തന്നെ കഴിഞ്ഞ തവണ അപേക്ഷകൾ കുറവായിരുന്ന ഈ അവസരം അർഹരായിട്ടുള്ള എല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് സ്വന്തമായിട്ട് 4 ചക്ര വാഹനം അല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വിസ്തീർണമുള്ള വീട്, പ്രതിമാസം 25,000 രൂപയ്ക്ക് മുകളിലുള്ള വരുമാനം എന്നിവയൊക്കെ ഉണ്ടായിരിക്കുകയോ, ആദായ നികുതി അടയ്ക്കുന്നവരോ, സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ, പെൻഷൻ വാങ്ങുന്നവരോ കുടുംബത്തിലുണ്ടെങ്കിൽ മുൻഗണനാ കാർഡിനായിട്ട് അവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഈ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തവരിൽ തന്നെ സർക്കാരിൻ്റെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, നിത്യരോഗികൾ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാർ എന്നിവർ ഉൾപ്പെട്ട കുടുംബങ്ങൾ എന്നിവർക്ക് അപേക്ഷകളിൽ പ്രത്യേക മുൻഗണന ലഭിക്കുന്നതാണ്. ഇതിനെല്ലാം പുറമെയായിട്ട് തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന BPL അർഹത സർട്ടിഫിക്കറ്റ് അത് ഓൺലൈൻ അപേക്ഷയോടൊപ്പം തന്നെ ഹാജരാക്കുന്നത് ഇതിൽ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് വളരെ സഹായകരമായി മാറും. ഇതിനായിട്ട് ആദ്യം നിങ്ങളുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. തുടർന്ന് ഉദ്യോഗസ്ഥർ വീടുകളിൽ വന്ന് ഫീൽഡ് തല പരിശോധന നടത്തിയ ശേഷം മാത്രം ലഭിക്കുന്നതുമായതിനാൽ തന്നെ പെട്ടെന്ന് ലഭിക്കാത്ത ഈ സർട്ടിഫിക്കറ്റിനായുള്ള നടപടികൾ വേഗത്തിൽ തന്നെ ആരംഭിക്കാൻ അപേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ്. 2026 ജൂൺ 27 ഇന്നലെ ശനിയാഴ്ച സ്വർണ്ണവിലയിൽ വർധനവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 110 രൂപ കൂടി 13,195 രൂപയും പവന് 880 രൂപ കൂടി 1,05,560 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്.
സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.